ഹലോ ഗായ്സ്, ഇലക്ട്രോണിക് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലത്തെ അനലോഗ് വാട്ട് മീറ്ററുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഇത് കാണിക്കാനായിട്ട് എൻ്റെ ഒരു 60 വാട്ട്സിൻ്റെ നമ്മുടെ സാധാരണ ഒരു ബൾബാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബൾബ് ഞാൻ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ മീറ്ററിൽ വഴിയാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ മീറ്ററിൽ ഈ ബൾബിൻ്റെ പവർ കൺസംഷൻ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ മീറ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ കണക്ഷൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് ഇനി മാറി മാറി കളിക്കുന്നത്. ഇതാ 70 വാട്ട്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് മീറ്റർ തെറ്റാണ്. മീറ്റർ തെറ്റല്ല, മീറ്റർ ആക്യുറേറ്റ് തന്നെയാണ്. ഈ മീറ്റർ ഇങ്ങനെ ചെരിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ മീറ്ററിൽ ഇപ്പം ഈ ഒരു ഡിസ്പ്ലേയിൽ ഈ ഒരു പ്രശ്നം കാണിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ വീഡിയോ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൃത്യമായ റീഡിങ് 60 വാട്ട്സ് തന്നെ ഇത് കാണിക്കും. അത് നിങ്ങൾക്ക് കുറച്ച് മുമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പവർ കൺസംഷൻ കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു 100 വാട്ട്സ് വരെയുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ പവർ കൺസംഷൻ മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസാണ്. നമ്മുടെ ഡിജിറ്റൽ മീറ്ററിൽ വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ടൈപ്പ് മീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ 4 കണക്ഷൻസ് ഉണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കണക്ഷൻ ഡയഗ്രാം ഫോർ സിംഗിൾ ഫേസ് വാട്ട് മീറ്റർ അല്ലെങ്കിൽ പവർ ഫാക്ടർ മീറ്റർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് 4 ടെർമിനൽസ് ഉണ്ട്, എം, എൽ, സി, വി എന്ന് പറഞ്ഞിട്ട്. അതിൽ എമ്മും എല്ലും കറണ്ട് റീഡ് ചെയ്യാനുള്ളതും സിയും വിയും വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ളതുമാണ്. അപ്പം അതിൻ്റെ രണ്ടാമത്തെ ഡയഗ്രത്തിൽ ഒരു സി ടി ഓപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഫേസ് ലൈനിൽ ഒരു കോയിൽ ചുറ്റി വെച്ചിരിക്കുന്ന ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാൻ പറ്റും. അതെന്തിനാണെന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കറണ്ട് ട്രാൻസ്ഫോമറും വോൾട്ടേജ് കോയിലും ചേർന്ന ഒരു ഡിവൈസാണ്. ഞാൻ തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് തുറക്കാനായിട്ട് ഇതിന് 4 സ്ക്രൂസ് ഉണ്ട്. അതിൽ 2 എണ്ണം ഈ പിടിച്ചിരിക്കുന്നതും അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഇതും ഇതിനകത്ത് പാനലിൽ മൗണ്ട് ചെയ്യുമ്പോൾ സപ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ക്രൂസും, മിച്ചമുള്ള 2 എണ്ണം മൊത്തത്തിലുള്ള ഡിവൈസിനെ ഹോൾഡ് ചെയ്യാനുള്ള സ്ക്രൂസുമാണ്. അപ്പോൾ മൊത്തം 4 സ്ക്രൂസാണുള്ളത്. 4 ഞാനിപ്പം അഴിച്ചിട്ട് ഈ ഡിവൈസ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും വളരെയധികം കോംപ്ലക്സ് ആണ് ഇതിൻ്റെ സർക്യൂട്ട് എന്ന് തോന്നും. പക്ഷേ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഇത് കണ്ടോ, 2 സെറ്റ് കോയിൽ, ഒരു 2-3 റെസിസ്റ്റർ, കുറച്ച് വയർ, അതിനുള്ളിലൊരു കോയിൽ. ഇതൊക്കെ ഇതിൻ്റെ ഫിസിക്കൽ കൺസ്ട്രക്ഷൻ്റെ ഒരു ഭാഗമാണ്. ഈ കാണുന്ന ചെറിയ കോയിൽ ഒരു 2 വലിയ കോയിലിനെ സറൗണ്ട് ചെയ്താണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല ഉള്ളിൽ ഇപ്പോൾ മൂവ് ചെയ്യുന്ന ചെറിയ കോയിൽ എന്ന് പറയുന്നത് നീഡിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നീഡിൽ അനക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ആ നീഡിൽ മൂവ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ ഉള്ളിലെ ചെറിയ കോയിലും മൂവ് ചെയ്യുന്നുള്ളതായിട്ട്. ആ ചെറിയ കോയിൽ എന്ന് പറയുന്നത് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോയിലാണ്. അതായത് നമ്മുടെ ഇതിനകത്ത് സിയും വിയും, ഈ സിയും വി എന്ന് പറയുന്നത് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോയിലാണ്. അതിലൊരു വയർ ഇതാ ഈ 1K റെസിസ്റ്റർ 2 വാട്ട് റെസിസ്റ്റർ വഴി കയറി ഈ 15Kയുടെ 20 വാട്ട് റെസിസ്റ്ററിലൂടെയും കയറി ആ കോയിലിൻ്റെ ഒരു വയറിലേക്കാണ് പോകുന്നത്. ഈ വോൾട്ടേജ് മെഷർ ചെയ്യുന്ന ഉള്ളിലുള്ള ചെറിയ കോയിലിൻ്റെ ഒരു വയറിലേക്കാണ് പോകുന്നത്. ഇതാ ഈ ചെറിയ വയർ വഴി. ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുന്നതിനേക്കാൾ നല്ലത് ഫോട്ടോ ഞാൻ സ്ക്രീനിലിടാം, നിങ്ങൾക്ക് കൂടുതലും എളുപ്പത്തിൽ അത് മനസ്സിലാവും. അപ്പം ഈ ഉള്ളിലെ കോയിലിൻ്റെ ഒരു വയറിലേക്ക് ആ റെസിസ്റ്ററിൽ നിന്ന് വരുന്ന വയർ കൊടുത്തിട്ടുണ്ട്, സി എന്ന് പറയുന്ന ടെർമിനലിൽ നിന്ന് വരുന്ന വയർ. ആ കോയിലിൻ്റെ ബാക്കിയുള്ള വയർ മുകളിലൂടെ പോയിട്ട് മിച്ചമുള്ള ഈ പറയുന്ന വി എന്ന് പറയുന്ന ടെർമിനലിലേക്ക് നേരെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം വോൾട്ടേജ് കോയിൽ എന്ന് പറയുന്നത് 2 റെസിസ്റ്റർ ഒരു കോയിലിന് സീരീസ് ചെയ്തിരിക്കുന്നതാണ് വോൾട്ടേജ് കോയിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കണ്ട ഫോട്ടോയിൽ കണ്ടു കഴിയുമ്പോൾ വെച്ചുകൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ കോയിൽ എന്ന് പറയുന്നത് ഈ പറയുന്ന സി ടിയുടെ കോയിലാണ്. എമ്മും എല്ലും എന്ന് പറയുന്ന 2 കോയിൽ. ഇത് കറണ്ട് മെഷർ ചെയ്യാനുള്ള ഒരു കോയിലാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സി ടി ആണ്, കറണ്ട് ട്രാൻസ്ഫോമറാണ്. വേറൊന്നുമില്ല, ലൈനിന് സീരീസ് ആയിട്ട് ഒരു കോയിൽ ചുറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഈ കോയിലിൻ്റെ ഫസ്റ്റ് സെറ്റാണ് ഇത്, ഫസ്റ്റ് പെയർ എന്ന് പറയുന്നതാണ് ഇത്. ആ കോയിലിൻ്റെ റിമൈനിങ് വയർ പോയിട്ട് രണ്ടാമതൊരു കോയിൽ ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പം വോൾട്ടേജ് കോയിലിൻ്റെ സറൗണ്ട് ചെയ്ത് 2 സെറ്റ് ഓഫ് കോയിൽസ്, അത് നമ്മുടെ ലോഡിന് സീരീസ് ആയിട്ട് വരുന്നു. അപ്പോൾ ഈ കോയിലിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് 100 വാട്ട്സിൻ്റെ പവർ വരെ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കോയിലാണ് ഇത് വൈൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഇതിനുള്ളിൽ 2 സെറ്റ് കോയിലുണ്ടല്ലോ, ചെറിയൊരു വോൾട്ടേജ് കോയിലും ആ വോൾട്ടേജ് കോയിലിനെ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ സറൗണ്ട് ചെയ്യുന്ന ഒരു കറണ്ട് കോയിലും. അപ്പോൾ വോൾട്ടേജ് കോയിൽ എന്ന് പറയുന്നത് നേരിട്ട് ലോഡിന് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം കറണ്ട് കോയിലിൽ സപ്ലൈ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഈ വോൾട്ടേജ് കോയിൽ ഡെവലപ്പ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ വോൾട്ടേജ് കോയിലിന് ചുറ്റും കറണ്ട് കോയിലുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ലോഡ് കണക്റ്റഡ് ആണെങ്കിൽ ആ ലോഡിന് സീരീസ് ആയിട്ട് കറണ്ട് കോയിൽ വരുമ്പം ആ കറണ്ട് കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം 2 സെപ്പറേറ്റ് മാഗ്നറ്റിക് ഫീൽഡ് മൊത്തത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഈ ഡിവൈസിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 മാഗ്നറ്റിക് ഫീൽഡും ചേരുമ്പം ഈ സൂചി കൃത്യമായിട്ട് ആ ഡിവൈസിൻ്റെ പവർ കൺസംഷൻ എത്രയാണോ അതിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിനെ അലൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതായത് 2 സെറ്റ് കോയിലും വോൾട്ടേജ് കോയിലിൻ്റെയും കറണ്ട് കോയിലിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് ഒരേപോലെ വരുമ്പം അതെന്ന് പറയുന്നത് ആ ഡിവൈസിൻ്റെ പവർ കൺസംഷന് ഈക്വൽ ആയിട്ടുള്ളൊരു പോയിൻറ്റിലായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെയാണ് കൃത്യമായിട്ട് അതിൻ്റെ റീഡിങ് കാണിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഈ ബൾബ് ഓണാക്കുന്ന സമയത്ത്
നേരത്തെ തെറ്റായ റീഡിങ്ങിനെ കാണിച്ചിരുന്നത്. കണ്ടോ, ഞാൻ മീറ്റർ കൃത്യം കുത്തനെ നിർത്തിയപ്പം 60 വാട്ട്സ് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം ഇത്രയും സിമ്പിളാണ് ഈ ഒരു ടൈപ്പ് ഡിവൈസുകളുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് കിലോ വാട്ട് റേറ്റിംഗുള്ള മീറ്റർ തൊട്ട് ചെറിയ ലോ വാട്ടേജ് മീറ്റർ വരെ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാത്തിൻ്റെയും വർക്കിംഗ് ഈ ഒരു രീതി തന്നെ സെയിം തന്നെയായിരിക്കും. അപ്പം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.